അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? A square ground has 2 meter wide path around it. The total area of the ground and path is 1225 square meter. What is the area of the ground alone? സമചതുരാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവ് 1225 ചതുരശ്ര മീറ്റർ ആണ്. മൈതാനത്തിന്റെ പരപ്പളവ് എന്താണ്? നമുക്ക് അതിന്റെ ഒരു ചിത്രം നോക്കാം. ഒരു മൈതാനത്തിന് ചുറ്റും ഈ ഉള്ളിൽ കാണുന്ന ഇതാണ് നമ്മളുടെ മൈതാനം അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ നിങ്ങൾക്ക് കാണാം. അതിന് ചുറ്റും കാണുന്ന ഈ പാത്താണ് ഈ കാണുന്നത്. ആ പാത്തും ഗ്രൗണ്ടും കൂടി ചേരുന്ന സമചതുരം, അതിന്റെ പരപ്പളവാണ് 1225. ഓക്കെ, അപ്പൊ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഒരു വശത്തിന്റെ സ്ക്വയർ ആണല്ലോ. അപ്പൊ ഈ വശത്തിന് അല്ലെങ്കിൽ ഈ സമചതുരത്തിന്റെ ഒരു വശം എന്ന് എത്രയാണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. അതായത് ഇവിടുന്ന് ഇതുവരെ, അതായത് ഉള്ളിലുള്ള ഗ്രൗണ്ടിന്റെ സൈഡിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഗ്രൗണ്ടിന്റെ സൈഡിനെ എക്സ് എന്ന് എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 മീറ്റർ കൂടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും 2 മീറ്റർ കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്ക്ക് ടോട്ടൽ എത്ര കൂടി? റൈറ്റ് സൈഡിൽ 2 മീറ്റർ കൂടി, ലെഫ്റ്റ് സൈഡിൽ 2 മീറ്റർ കൂടി. അപ്പൊ ടോട്ടൽ എത്ര കൂടി? 4. അപ്പൊ എത്ര കൂടി? എക്സ് പ്ലസ് 4. ഓക്കെ, അപ്പൊ ഗ്രൗണ്ടിന്റെ ഒരു വശത്തിന്റെ നീളം കിട്ടിയല്ലോ. എത്രയാ? എക്സ്. ഗ്രൗണ്ടിന്റെ അല്ല, ഗ്രൗണ്ടും പാതയും കൂടി ചേരുന്ന സമചതുരത്തിന്റെ ഒരു വശം എക്സ് പ്ലസ് 4. ഒന്നുകൂടി, ഗ്രൗണ്ടിനെ എക്സ് എന്ന് എടുത്തു, ഇടത്തോട്ട് 2 മീറ്റർ, വലത്തോട്ടും 2 മീറ്റർ. അപ്പോഴല്ലേ ഗ്രൗണ്ടും പാതയും കൂടി ചേരുള്ളൂ. അപ്പൊ എക്സ് പ്ലസ് 4. അപ്പൊ അതിന്റെ ഏരിയ ആണ് എന്ത്? 1225. അപ്പൊ എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1225. ഇനി അതിന്റെ റൂട്ട് കാണാം. 1225 ഏത് സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചാലാണ് 1225 കിട്ടുക? നമ്മൾ പഠിച്ചാണ് 5ന്റെ സ്ക്വയറുകളുടെ എളുപ്പവഴികൾ നമ്മളൊക്കെ മുമ്പ് പറഞ്ഞാണ് അല്ലെ. 5ന്റെ സ്ക്വയറുകളുടെ എളുപ്പവഴികൾ എങ്ങനെ കാണാം? ഇവിടെ നോക്കിയാൽ മതി. 25ലാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ നമ്മളുടെ സ്ക്വയറും 5ൽ അവസാനിക്കുന്നതാണ്. 5ന്റെ സ്ക്വയറുകളാണ് 25ൽ അവസാനിക്കുക. ഇനി 25 അല്ലാത്ത സംഖ്യ 12 ആണ്. ഏതൊക്കെ അടുത്തടുത്ത സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുക? 3 × 4 ആണ് 12. അതിലെ ചെറിയ സംഖ്യ 35. ഓക്കെ, അപ്പൊ 35ന്റെ സ്ക്വയർ ആണ് 1225 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് പ്ലസ് 4 ഈക്വൽ ടു റൂട്ട് ഓഫ് 1225. അപ്പൊ എക്സ് പ്ലസ് 4 ഈക്വൽ ടു 35. ഇനി ഈ 4നെ അപ്പുറത്ത് കൊണ്ടുവരാം. 4 അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് എന്താവും? മൈനസ് ആവും. അപ്പൊ 31 കിട്ടും. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് അല്ലേ എക്സ്. അപ്പൊ എക്സ് കിട്ടിയ എത്രയാണ്? 31. ഇനി എക്സിന്റെ സ്ക്വയർ ഉണ്ടാ പോരെ, അല്ലെങ്കിൽ എക്സ് ഇൻറ്റു എക്സ്. ഓക്കെ, 31 × 31 961 മീറ്റർ സ്ക്വയർ. ഓക്കെ.